ഗൈസ്, അപ്പൊ നമ്മള് ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് നമ്മള് അല്ലേ? കസിൻസ് ട്രിപ്പാണ് നമ്മളുടെ. കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസിൻസ് ട്രിപ്പാണ്. നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. കോഴിക്കോട് നിന്നാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ നമ്മുടെ കസിൻസ് ഒക്കെ എറണാകുളത്ത് നിന്ന് അവിടെ എത്തും. നമ്മളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറച്ച് ലേറ്റാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാണാം. ബൈ ബൈ പറ നേര. ബൈ നവറ. ബൈ നേര. ബൈ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയതായി എല്ലാവരുമായിട്ട് കണ്ടു. അതേ നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. മക്കൾസ് 12:45 ഉള്ളൂ ട്രെയിൻ. അതുകൊണ്ട് കുറേ നേരം സമയമുണ്ട്. ഇഷ്ടമാതിരി ഇവിടെ ഇരിക്കും. ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കുറേ ഡിസ്കസ് ചെയ്യുന്ന ഒരു ട്രിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ലേ? അതുപോലത്തെ ഒരു ട്രിപ്പാണ് ഞങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ഒരു ചെറിയ കസിൻസ് ട്രിപ്പ് ഗോവയിലേക്ക്. നമ്മുടെ കസിൻസൊക്കെ ആദ്യം എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരെ വന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കോഴിക്കോട് കയറിയത്. റെയിൽവേ സ്റ്റേഷനിൽ അവർ എത്തിയതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2 hour വെയിറ്റ് ഉണ്ടായിരുന്നു. രാത്രി ഒരു 12:45 ദുരന്തോ എക്സ്പ്രസ്സിനാണ് നമ്മൾ കയറിയത്. റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഫുൾ കത്തിയടിയും ഫോട്ടോസും വീഡിയോസും റീൽസ് എടുക്കലൊക്കെ ആയിരുന്നു. ട്രെയിനിൽ കയറി സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കിടക്കാനുള്ള പരിപാടിയായി. ഓൾമോസ്റ്റ് ഒരു 1 hour ഡിലേ ഒക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ 9:45 ആയപ്പോഴത്തേക്കും മഡ്ഗൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ റിസോർട്ടിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 hours യാത്രയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഒരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് ഇങ്ങനെ എല്ലാവരും കയറാണ്. അപ്പോഴാണ് നേരാടെ നവറാടെ ഒരു ജെനുവിൻ ഡൗട്ട്. ശരിക്കും നമുക്ക് ട്രാവലർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എവിടെയെങ്കിലും നിർത്തി തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി 1 hour ഡിലേ ആയതുകൊണ്ടും അവർക്ക് വേറെ ഒരു ഓട്ടോ ഉള്ളതുകൊണ്ടും അവർ നേരെ റിസോർട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചത്. നമ്മുടെ 2 nights നമ്മൾ ഇവിടെ ഇരിക്കും. കസാഡി ഗോവ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല ടയേർഡാണ് എല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ വേ കഴിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം 12 മണിയായി ഉച്ചയ്ക്ക്. മക്കളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ആരും ഒന്നും കഴിച്ചിട്ടില്ല. എനിവേ ഒരു ബ്രഞ്ച്. ഇവിടെ ഇഡ്ഡലി എല്ലാം കിട്ടുന്നുണ്ട്. ഇഡ്ഡലി, പ്ലെയിൻ ദോശ, മസാല ദോശ. ഞാനതൊരു മൈസൂർ മസാല ദോശ എന്ന് പറഞ്ഞ സാധനം കണ്ടു. ഇതാണ് ഐറ്റം. ഒരു സ്പൈസി ചട്നി ബേസിൽ മസാല ദോശ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്. അതെ അതെ. കണ്ടാലൊരു ചെറിയ കടയാണ്, വെജോ ഗോവ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ല സർവീസും ആയിരുന്നു, നല്ല ഫുഡും ആയിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് കഴിച്ചത്. ഞാൻ പറഞ്ഞില്ല, മൈസൂർ മസാല ദോശ, പൂരി അതൊക്കെ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു. ഇവിടെ സർവീസും ഒക്കെ നല്ലതായിരുന്നു. ഇത് ഇവിടുത്തെ ചേട്ടനാണ്. നല്ല നല്ല ഫുഡായിരുന്നു. ഓണറാണ്. നമ്മൾ നമ്മുടെ കസാഡി ഗോവ റെസ്റ്റോറൻറ്റിലെത്തി. ചെക്കിൻ പ്രൊസീജിയേഴ്സിനായിട്ട് ആമി ചെക്കിനൊക്കെ കഴിഞ്ഞ് അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. എന്തോ യൂഷ്വലി കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രിങ്ക് അല്ലായിരുന്നു അത്. സംതിങ് ഡിഫറെൻറ്റ്, ഒരു പുളിപ്പും അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു അത്. എല്ലാവർക്കും ഇങ്ങനെ അത്ര അങ്ങോട്ട് പറ്റിയില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ കൊക്കും എന്ന് പറയുന്നൊരു ഫ്രൂട്ടിൻ്റെ, മാംഗോസ്റ്റീൻ ഫാമിലിയിലൊക്കെ വരുന്ന കൊക്കും എന്ന് പറയുന്നൊരു ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് ആണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ടേസ്റ്റിയാണോ? പിള്ളേർക്ക് എന്തായാലും കുറച്ചൊക്കെ ഇഷ്ടമായി തോന്നുന്നുണ്ട്. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ റൂമിലേക്ക് പോവാണ്. ഒരു കിഡ്സ് ആൻഡ് അഡൾട്ട്സ് പൂളുണ്ട്. റൂംസൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പൂൾ ഫേസിംഗ് ആണ്. ഹായ്. ഓക്കെ. അവിടുത്തെ സ്റ്റാഫ് നമ്മളെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഡിലക്സ് റൂം വിത്ത് ബാത്ത് ടബാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂമുള്ളത്. നമുക്ക് പൂൾ ഫേസിങ് അല്ല എന്ന് തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ. ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് നമ്മുടെ റൂം. കയറി വരുമ്പോൾ തന്നെ വാഷ്റൂം ഉണ്ട്, ടബ് ഇൻക്ലൂഡഡ് ആണ് നമുക്ക്. പിന്നെ കബർഡ്സ് ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഡബിൾ ബെഡാണ്, പിന്നെ ഒരു സീറ്റിംഗ് സ്പേസ് ഉണ്ട്, ഒരു വർക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു മിനി റെഫ്രിജറേറ്റർ ഉണ്ട്, ടി വി ഉണ്ട്. പിന്നെ ഇത് ബാൽക്കണി തോന്നുന്നുണ്ട്, പൂളിലേക്ക് വ്യൂ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല. സോ ഇതാണ് നമ്മളുടെ ഡിലക്സ് റൂം വിത്ത് ബാത്ത് ടബ്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എല്ലാവരും ചേഞ്ച് ചെയ്തു. ഇനി ഇന്നത്തെ നമ്മുടെ അടുത്ത പ്ലാൻ സൺസെറ്റ് ക്രൂസ് കാണാൻ പോകാമെന്നുള്ളതാണ്. അത് ഗോവയുടെ ക്യാപിറ്റൽ സിറ്റിയായ പാൻജിം എന്നാണ് ഇപ്പോൾ പറയുക. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തു. നമ്മൾ ഇച്ചിരി ലേറ്റാണ്. ഇനി ക്രൂസ് ഫിഡെ വേൾഡ് കപ്പ് നല്ല മറ്റേ ഇതാ ചെസ് ഫെഡറേഷന്റെ ഫിഡെ ചാമ്പ്യൻ അല്ല മറ്റേ ഇപ്പൊ ഇവൻ സുകേഷ്. സൺസെറ്റ് ക്രൂസിന് എത്തേണ്ടത് നമ്മളാണ്. ഐ തിങ്ക് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുള്ളൂ. എന്തൊരു അടിപൊളിയായിട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം നോക്ക്. ഇത് സംഭവം നമ്മുടെ ചെസ് ഫെഡറേഷന്റെ ഫിഡെ അതിന്റെ വേൾഡ് കപ്പ് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ഗോവയിൽ വെച്ചിട്ട് 2025. അങ്ങനെ നമ്മുടെ ക്രൂസിന്റെ സ്ഥലത്തേക്ക് എത്തി. നമുക്ക് ഒരു 5:30 ആയിരുന്നു റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 5:40 തന്നെ എത്തി. നമ്മൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വേറെ ടിക്കറ്റ് എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പല ടൈപ്പ് ക്രൂസുകളും ഉണ്ടായിരുന്നു. നമ്മൾ സൺസെറ്റ് ക്രൂസാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ 1 അവറിൻ്റെ സൺസെറ്റ് ക്രൂസായിരുന്നു. 1 അവറിൻ്റെ സൺഡൗണർ ക്രൂസ് ഉണ്ട്, 3 അവേഴ്സിൻ്റെ ഡിന്നർ പാർട്ടി ക്രൂസസ് ഉണ്ട്, അഡ്വെഞ്ചർ ക്രൂസസ് ഉണ്ട്, ഈ വാട്ടർ സ്പോർട്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് പ്രൈവറ്റ് യോട്ട്സ് ഉണ്ട്. അങ്ങനെ പല പല ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമ്മളിതാ ടോപ്പ് ഡെക്കിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സൺസെറ്റ് വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അടിപൊളി വൈബ് ഉണ്ടാവും ഈ സൺസെറ്റ് ക്രൂസിന്. ഭയങ്കര കാറ്റിന്ന് ശരിക്കും മുഖത്തടിക്കുന്ന കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ, അത്രയ്ക്കും വിൻഡിയാണ്. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്തെ ഡെക്കിലേക്ക് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പിൾസിനൊക്കെ വിളിച്ച് കപ്പിൾ ഡാൻസും, കുഞ്ഞു മക്കളെയൊക്കെ സ്റ്റേജിലേക്കൊക്കെ വിളിച്ചിട്ട് ഡാൻസൊക്കെ കളിപ്പിക്കാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തു. സർപ്രൈസിംഗ്ലി നൗറ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡിയായി. അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഇത്രയും ഓഡിയൻസിൻ്റെയൊക്കെ ഇടയിൽ അവൾ ആ സ്റ്റേജിൽ ധൈര്യമായിട്ട് പോയി നിൽക്കുക എന്നുള്ളത് നമുക്കും ആസ് പേരൻസ് ഭയങ്കര പ്രൗഡായിരുന്നു. കുറച്ച് നേരം പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ നമ്മൾ ഗോവയിലെ മെയിൻ ലാൻഡ് മാർക്സ് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ സൺസെറ്റ് ക്രൂസ്. ആർ ഓണസ്റ്റ് ഒപ്പീനിയൻ ഒരു
3 out of 5 അത്രേ പറയാൻ പറ്റുള്ളൂ. സൺസെറ്റ് ടൈമിലുണ്ടായിരുന്ന ആംബിയൻസ് അല്ലാതെ അവിടെ പ്രത്യേകിച്ച് വേറെ ഒരു അട്രാക്റ്റീവ് ഫാക്ടറൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ ബ്രഞ്ച് മാത്രം കഴിച്ചിറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഓൺ ഡെക്ക് ഒരു ചിപ്സ് പാക്കറ്റ് പോലും വാങ്ങാനുണ്ടായിരുന്നില്ല, ഉള്ളി ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആൻഡ് വാട്ടർ. അപ്പം അതെല്ലാം കൊണ്ടും കൂടി നമുക്ക് പ്രത്യേകിച്ച് അവിടെ എൻജോയ് ചെയ്യാൻ വേറെ ഒരു അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഇത്രയും വിശന്നിരിക്കുന്ന ഞങ്ങൾ പോയ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യമാണ് അടുത്തത് പറയാനുള്ളത്. ഇതാണ് ഷാലിമാർ റെസ്റ്റോറൻറ്റ് ഇൻ പനാജി. ദയവ് ചെയ്ത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനും ഈ റെസ്റ്റോറൻറ്റിൽ അറിയാതെ പോലും പോയി ചെല്ലരുത്. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു, നോട്ട് ബാഡ്. പക്ഷേ വെയിറ്റിംഗ് ടൈം വാസ് ഓൾമോസ്റ്റ് 1 hour. നമ്മൾ അത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബിരിയാണിയും തന്തൂരി ചിക്കനും നമ്മൾ ഓർഡർ ചെയ്തത് നമുക്ക് കിട്ടിയത്. നമ്മൾ ഭയങ്കര ഹൈപ്പോഗ്ലൈസമിക് ആയി പോകുന്ന സിറ്റുവേഷനായിരുന്നു നമുക്ക്. ഐ റിപ്പീറ്റ്, ഇവരുടെ ഫുഡോ സർവീസോ ഒന്നും മോശമില്ലായിരുന്നു. പക്ഷേ വെയിറ്റിംഗ് ടൈം വാസ് എ ബിഗ് ഫാക്ടർ. പ്രത്യേകിച്ച് ഞങ്ങൾ അത്രയും വിശന്ന് വന്നിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടർ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കാര്യം ഓർഡർ ചെയ്യാൻ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിവേ, നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിലേക്ക് വിട്ടു. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് എത്തി, എല്ലാവരും ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി. ഡേ 2 വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ.